ഇപ്പോൾ ഇങ്ങനെ ഒരു ഐക്യത്തിന് എന്തുകൊണ്ട് മിസ്റ്റർ സുകുമാരൻ നായരും അതുപോലെ വെള്ളാപ്പള്ളി നടേശനും കോപ്പ് കൂട്ടുന്നു എന്നതിനെക്കുറിച്ച് കൂടി ഒരു ചിന്ത പങ്കുവയ്ക്കുക. അത് മറ്റൊന്നുമല്ല, സുകുമാരൻ നായർ അദ്ദേഹവും വെള്ളാപ്പള്ളി അദ്ദേഹവും രണ്ടുപേരും ഏതാണ്ട് സമാനമായ നിയമക്കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. അവരുടെ നേതൃസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസ്ഥാനത്തിൻ്റെ ബൈലോ പ്രകാരവും അതുപോലെ തന്നെ ഈ രാജ്യത്തെ കമ്പനി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരവും അവരുടെ നില വളരെ ആശങ്കാജനകമാണ്. അതൊക്കെ സംബന്ധിച്ച് ധാരാളമായ കേസുകൾ കേരള ഹൈക്കോടതിയിലും അതുപോലെ സുപ്രീം കോടതിയിലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും രണ്ടുപേരും ഈ വിഷയത്തിൽ തുല്യ ദുഃഖിതരാണ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിരിക്കും. SNDP യോഗത്തിൻ്റെ അത്തരത്തിലുള്ള പോക്കുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങളിൽ പലരും വ്യവഹാരങ്ങൾ ഹൈക്കോടതിയിലായിട്ടും സിവിൽ കോടതികളിലായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. NSSൻ്റെ അത്തരത്തിലുള്ള പോക്കുകളെ ചോദ്യം ചെയ്തുകൊണ്ട് NSSൻ്റെ മുൻ വൈസ് പ്രസിഡൻറ്റും അതുപോലെ ഒരു മുൻ രജിസ്ട്രാറും ഉൾപ്പെടെയുള്ള സമ്മതിതരായ നേതാക്കൾ ഹൈക്കോടതിയിൽ കേസുകൾ ഫയൽ ചെയ്ത് അതും കോടതിയുടെ പരിഗണനയിലിരിക്കുക. അധികാരസ്ഥാനത്തിരിക്കുന്ന ഗവൺമെൻറ് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ യഥാസമയം സ്വീകരിക്കാൻ കാണിക്കുന്ന വിമുഖത, ഇതിനെയും മുതലെടുത്തുകൊണ്ടാണ് ഈ കേസുകളെല്ലാം കുറേയെല്ലാം ഇങ്ങനെ ദീർഘിച്ചു പോകാൻ കാരണമായിട്ടുള്ളത്. ബട്ട് ഇപ്പോൾ അറ്റ് ദിസ് സ്റ്റേജ് ഏറെക്കുറെ ദ സിറ്റുവേഷൻ ഹാസ് റീച്ച്ഡ് ദ ബ്രിങ്ക്. ഇറ്റ് ഇസ് അറ്റ് ദ ബ്രിങ്ക് ഓഫ് ദ പ്രിസിപ്പൈസ്. മലയുടെ മുകളിലെത്തിയിരിക്കുന്നു. ഇനി മൂവ് ചെയ്യാനായിട്ട് അധികം ഇടമില്ല. ഇനി ഗർത്തത്തിലേക്ക് പതുക്കിയല്ലാണ്ട് വരെ മാർഗമില്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാം.